എല്ലാവരെയും ഇന്നത്തെ ഗണിത ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാത്തമെറ്റിക്സ് ഓഫ് ചാൻസ് സാധ്യതകളുടെ ഗണിതം എന്ന പാഠത്തിൽ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് പേജ് 72-ലെ ചില പ്രവർത്തനങ്ങളാണ്. കാൽക്കുലേറ്റ് ഇൻ ഈച്ച് ദ പ്രോബബിലിറ്റി ഓഫ് എ ഡോട്ട് പുട്ട് വിത്തൗട്ട് ലുക്കിംഗ് ടു ബി വിത്തിൻ ദി ഗ്രീൻ പാർട്ട്. ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ ആ കുത്ത് പച്ച ഭാഗത്ത് ആകാനുള്ള സാധ്യത കണക്കാക്കുക. ഇതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിരുന്നു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ സ്ക്വയർ വിത്ത് ഓൾ വെർട്ടിസസ് ഓൺ എ സർക്കിൾ. ഈ പച്ച കളറിൽ കാണുന്നത് ഒരു സ്ക്വയറാണ്. ഈ സ്ക്വയറിൻ്റെ എല്ലാ വെർട്ടിസസും മൂലകളും സർക്കിളിലാണ്. അപ്പം നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്, ഈ ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ ആ കുത്ത് പച്ച ഭാഗത്ത് ആകാനുള്ള പ്രോബബിലിറ്റിയാണ്. പ്രോബബിലിറ്റി ഓഫ് ദ ഡോട്ട് ടു ബി ഇൻ ദി ഗ്രീൻ പാർട്ട്. അപ്പം പ്രോബബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ് ഒക്കറിങ് ഇൻ എ പർട്ടിക്കുലർ റീജിയൻ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് പർട്ടിക്കുലർ റീജിയൻ ബൈ ടോട്ടൽ ഏരിയ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഏരിയ ഓഫ് പർട്ടിക്കുലർ റീജിയൻ എന്ത് വരും? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ദ ഡോട്ട് ടു ബി ഇൻ ദി ഗ്രീൻ പാർട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഗ്രീൻ പാർട്ട് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ആണ്. അപ്പോൾ ഏരിയ ഓഫ് പർട്ടിക്കുലർ റീജിയൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? ഏരിയ ഓഫ് സ്ക്വയർ ബൈ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഏരിയ ഓഫ് സർക്കിളാണ്. കാരണം ഈ സർക്കിളിനകത്താണ് സ്ക്വയർ ഉള്ളത്. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സർക്കിൾ. ഏരിയ ഓഫ് സർക്കിൾ. ഒരു സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഏരിയ ഓഫ് സ്ക്വയർ. സ്ക്വയർ എന്ന് പറഞ്ഞാൽ സമചതുരം, സമചതുരത്തിൻ്റെ പരപ്പളവ്. ഒരു സ്ക്വയറിൻ്റെ എല്ലാ സൈഡുകളും തുല്യമാണ്. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സൈഡ് ഇൻറ്റു സൈഡാണ്. ഇവിടെ ഈ സ്ക്വയറിൻ്റെ സൈഡ് എത്ര സെൻറ്റിമീറ്ററാണ് തന്നിരിക്കുന്നത്? 2 സെൻറ്റിമീറ്റർ. അപ്പോൾ എല്ലാ സൈഡും 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു 2. 2 ഇൻറ്റു 2 എത്രയാണ്? 4. ഏരിയ ആയതുകൊണ്ട് യൂണിറ്റ് സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും. ഇനി സർക്കിളിൻ്റെ ഏരിയ, ഏരിയ ഓഫ് സർക്കിൾ കണ്ടുപിടിക്കുന്ന ഫോർമുല എന്താണ്? പൈ ആർ സ്ക്വയർ. അപ്പോൾ ഈ സർക്കിളിൻ്റെ റേഡിയസ് നമുക്കറിയാമോ? ഇല്ല. ഞാൻ ഈ സ്ക്വയറിൻ്റെ ഡയഗണൽ വരച്ചിരിക്കുന്നു. ഒരു സ്ക്വയറിൻ്റെ സൈഡ് നമുക്കറിയാമെങ്കിൽ ഡയഗണൽ കണ്ടുപിടിക്കാൻ സൈഡിനെ √2 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഇവിടെ സൈഡ് 2 എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡയഗണൽ എന്തായിരിക്കും? 2 ഇൻറ്റു √2. 2√2 ആയിരിക്കും. അതായത് ഡയഗണൽ ഓഫ് എ സ്ക്വയർ ഇഫ് സൈഡ് ഈസ് ഗിവൺ. സൈഡ് തന്നിട്ടുണ്ടെങ്കിൽ സൈഡിനെ √2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഡയഗണൽ കിട്ടും. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഡയഗണൽ എന്താണെന്ന് നമുക്ക് കിട്ടി? 2√2. ഡയഗണൽ ഓഫ് സ്ക്വയർ 2√2 ആണ്. ഈ സ്ക്വയറിൻ്റെ ഡയഗണലും ഈ സർക്കിളിൻ്റെ ഡയമീറ്ററും ഒന്ന് തന്നെയാണല്ലോ. അപ്പം നമുക്ക് എന്തെഴുതാം? ഡയഗണൽ ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഈക്വൽ ടു 2√2. ഒരു സർക്കിളിൻ്റെ ഡയമീറ്റർ നമുക്കറിയാമെങ്കിൽ എങ്ങനെ റേഡിയസ് കണ്ടുപിടിക്കും? ഡയമീറ്ററിൻ്റെ പകുതിയാണല്ലേ. പകുതി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 2 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ റേഡിയസ് എന്ത് വരും? 2√2/2. ഈ 2 വെട്ടിപ്പോവും. അപ്പോൾ റേഡിയസ് എന്ത് കിട്ടി? √2. √2 സെൻറ്റിമീറ്ററാണ്. ഡയഗണൽ ഓഫ് എ സ്ക്വയറും സെൻറ്റിമീറ്ററാണ്. ഡയഗണൽ ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ഈക്വൽ ടു 2√2 സെൻറ്റിമീറ്ററാണ്. ഇനി നമുക്ക് ഏരിയ ഓഫ് സർക്കിൾ കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് സർക്കിൾ πr² ആണ്.
ആർ സമം നമുക്ക് √2 എന്ന് കിട്ടി. അപ്പം പൈ ഇൻറ്റു √2 സ്ക്വയർ. √2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ √2 ഇൻറ്റു √2. √2 ഇൻറ്റു √2 എത്രയാണ്? 2 ആണ് എന്ന് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം പൈ ഇൻറ്റു 2, അതായത് 2 പൈ സെൻറ്റിമീറ്റർ സ്ക്വയറാണ് ഏരിയ ഓഫ് സർക്കിൾ. ഏരിയ ഓഫ് സ്ക്വയർ 4 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നും ഏരിയ ഓഫ് സർക്കിൾ 2 പൈ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നും നമുക്ക് കിട്ടി. ഇനി നമുക്ക് പ്രോബബിലിറ്റി ഓഫ് ദ ഡോട്ട് ടു ബി ഇൻ ദി ഗ്രീൻ പാർട്ട് എളുപ്പം കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് സ്ക്വയർ ബൈ ഏരിയ ഓഫ് സർക്കിൾ കണ്ടുപിടിച്ചാൽ മതി. ഇവിടെ ഏരിയ ഓഫ് സ്ക്വയർ എന്താണ്? 4 ബൈ ഏരിയ ഓഫ് സർക്കിൾ 2 പൈ. ഇവിടെ ഈ 4നെയും 2നെയും നമുക്ക് 2 വെച്ച് ഹരിച്ച് ചെറുതാക്കാം. 2ൽ 2 1 പ്രാവശ്യം, 4ൽ 2 2 പ്രാവശ്യം. അപ്പോൾ ഇതിനെ 2 ബൈ 1 ഇൻറ്റു പൈ പൈ ആണ്, പൈ എന്ന് എഴുതാം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ദ ഡോട്ട് ടു ബി ഇൻ ദി ഗ്രീൻ പാർട്ട് 2 ബൈ പൈ. ഇനി തേർഡ് ക്വസ്റ്റ്യൻ. സർക്കിൾ എക്സാക്ട്ലി ഫിറ്റിംഗ് ഇൻസൈഡ് എ സ്ക്വയർ. ഒരു സമചതുരത്തിനകത്ത് കൃത്യമായി ചേർന്നിരിക്കുന്ന വൃത്തം. ഈ ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ അത് പച്ച ഭാഗത്ത് ആകാനുള്ള പ്രോബബിലിറ്റി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് ദ ഡോട്ട് ടു ബി ഇൻ ദി ഗ്രീൻ പാർട്ട്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എൻ ഇവൻറ്റ് ഒക്കറിങ് ഇൻ എ പർട്ടിക്കുലർ റീജിയൻ കണ്ടുപിടിക്കുന്നത് ഏരിയ ഓഫ് പർട്ടിക്കുലർ റീജിയൻ ബൈ ടോട്ടൽ ഏരിയ ആണെന്ന് നമുക്കറിയാം. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ദ ഡോട്ട് ടു ബി ഇൻ ദി ഗ്രീൻ പാർട്ട് ആണ്. അപ്പോൾ ഇവിടെ ഏരിയ ഓഫ് പർട്ടിക്കുലർ റീജിയൻ എന്ത് വരും? ഇവിടെ ഗ്രീൻ പാർട്ട് പച്ചഭാഗം എന്ന് പറഞ്ഞാൽ സർക്കിൾ അല്ലേ. അപ്പോൾ ഏരിയ ഓഫ് പർട്ടിക്കുലർ റീജിയൻ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സർക്കിൾ ബൈ ടോട്ടൽ ഏരിയ എന്ത് വരും? ഈ സ്ക്വയറിനകത്താണ് ഈ സർക്കിൾ ഉള്ളത് അല്ലേ. അപ്പം ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സ്ക്വയർ. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് സ്ക്വയർ. അപ്പോൾ നമുക്ക് സർക്കിളിൻ്റെ ഏരിയയും സ്ക്വയറിൻ്റെ ഏരിയയും കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യം ഈ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഈ സ്ക്വയറിൻ്റെ സൈഡ് 2r ആണെന്ന് ഞാൻ എടുക്കുന്നു. ലെറ്റ് 2r ബി ദി സൈഡ് ഓഫ് ദി സ്ക്വയർ. അപ്പോൾ സ്ക്വയറിൻ്റെ എല്ലാ വശവും തുല്യമായിരിക്കും. അപ്പോൾ ഈ സൈഡ് 2r ആണെങ്കിൽ ഈ സൈഡും 2r ആണ്, ഈ സൈഡും 2r ആണ്, ഈ സൈഡ് 2r ആണ്. അപ്പോൾ ഏരിയ ഓഫ് സ്ക്വയർ എന്താണ്? തൊട്ട് മുമ്പേയുള്ള കണക്കിൽ നമ്മൾ കണ്ടു, ഏരിയ കണ്ടുപിടിക്കുന്നത് സൈഡ് ഇൻറ്റു സൈഡാണ്. അപ്പോൾ 2r ഇൻറ്റു 2r. ഇവിടെ 2 ഇൻറ്റു 2 എത്രയാണ്? 4. r ഇൻറ്റു ആറോ? ഇവിടെ ആറിൻ്റെ പവർ 1 ആണ്, ഇവിടെയും ആറിൻ്റെ പവർ 1 ആണ്. അപ്പോൾ 6 ഇൻറ്റു r എന്ന് പറഞ്ഞാൽ r റേസ് ടു ഈ 1 + 1 ഇത് തമ്മിൽ കൂട്ടുവാണ് വേണ്ടത്. അപ്പോൾ എന്ത് വരും? r റേസ് ടു 2, അതായത് r സ്ക്വയർ. അപ്പോൾ ഏരിയ ഓഫ് സ്ക്വയർ 4r സ്ക്വയർ എന്ന് കിട്ടി. ഇനി അടുത്തതായിട്ട് നമുക്ക് ഏരിയ ഓഫ് സർക്കിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ സ്ക്വയറിൻ്റെ സൈഡ് 2r എന്നാണല്ലോ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ, ഇതാണ് സർക്കിളിൻ്റെ ഡയമീറ്റർ. ഡയമീറ്ററും എന്ത് തന്നെയായിരിക്കും? 2r ആയിരിക്കും അല്ലേ. അപ്പോൾ ഡയമീറ്റർ ഓഫ് സർക്കിളും 2r ആയിരിക്കും. ഡയമീറ്റർ 2r ആണെങ്കിൽ റേഡിയസ് എന്ത് വരും? ഡയമീറ്ററിൻ്റെ പകുതി കണ്ടുപിടിക്കാൻ 2 കൊണ്ട് ഹരിച്ചാൽ മതി അല്ലേ. 2r/2, ഈ 2 എട്ടിപ്പോവും. അപ്പോൾ r എന്ന് കിട്ടും. അപ്പോൾ റേഡിയസ് r ആയ സർക്കിളിൻ്റെ ഏരിയ എന്താണ്? πr².
ആർ റേഡിയസ് ഉള്ള സർക്കിളിൻ്റെ ഏരിയ πr² ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം നമുക്കിവിടെ പ്രോബബിലിറ്റി ഓഫ് ദ ഡോട്ട് ടു ബി ഇൻ ദി ഗ്രീൻ പാർട്ട് ഏരിയ ഓഫ് സർക്കിൾ ബൈ ഏരിയ ഓഫ് സ്ക്വയർ ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഏരിയ ഓഫ് സർക്കിൾ നമുക്ക് എന്താണ് കിട്ടിയത്? πr² ബൈ ഏരിയ ഓഫ് സ്ക്വയറോ 4r². ഇവിടെ r² വെട്ടിപ്പോയി, ബാക്കി എന്ത് വരും? π/4. അപ്പം പ്രോബബിലിറ്റി ഓഫ് ദ ഡോട്ട് ടു ബി ഇൻ ദി ഗ്രീൻ പാർട്ട് എന്ത് വരും? π/4. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ ട്രയാങ്കിൾ ഈസ് ഗോട്ട് ബൈ ജോയിനിങ് ഓൾട്ടർനേറ്റ് വെർട്ടിസസ് ഓഫ് എ റെഗുലർ ഹെക്സഗൺ. ഒരു റെഗുലർ ഹെക്സഗൺ ഇവിടെ വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഒന്നിടവിട്ട മൂലകൾ യോജിപ്പിച്ച് ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ ആ കുത്ത് പച്ച ഭാഗത്ത് ആകാനുള്ള പ്രോബബിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് ദ ഡോട്ട് ടു ബി ഇൻ ദി ഗ്രീൻ പാർട്ട്. ഇവിടെ ഈ റെഗുലർ ഹെക്സഗണിന് ഞാനൊരു പേര് കൊടുക്കുന്നു. ABCDEF. ഈ റെഗുലർ ഹെക്സഗണിൻ്റെ സർക്കം സെൻറ്റർ O ഞാൻ മാർക്ക് ചെയ്യുന്നു. ഇനി OF, OD, OB ഇവ യോജിപ്പിക്കുന്നു. അപ്പോൾ ഈ റെഗുലർ ഹെക്സഗൺ 6 ഈക്വൽ ട്രയാങ്കിൾസായി മാറി. നോക്കിക്കോണേ, 1 2 3 4 5 6. അപ്പോൾ 6 ഈക്വൽ ട്രയാങ്കിൾസിൽ 3 ഈക്വൽ ട്രയാങ്കിൾസാണ് ഗ്രീൻ പാർട്ടിലുള്ളത്. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ദ ഡോട്ട് ടു ബി ഇൻ ദ ഗ്രീൻ പാർട്ട്, അതായത് 6 ഈക്വൽ ട്രയാങ്കിൾസിൽ 3 ഈക്വൽ ട്രയാങ്കിൾസ് ആണ് ഗ്രീൻ പാർട്ടിലുള്ളത്. അപ്പം പ്രോബബിലിറ്റി ഓഫ് ദ ഡോട്ട് ടു ബി ഇൻ ദ ഗ്രീൻ പാർട്ട് 6ൽ 3 3/6. ഈ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ 3 വെച്ച് ഹരിച്ച് നമുക്ക് ചെറുതാക്കാം. 3നെ 3 വെച്ച് ഹരിച്ചാൽ 1, 6നെ 3 വെച്ച് ഹരിച്ചാൽ 2. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ദ ഡോട്ട് ടു ബി ഇൻ ദി ഗ്രീൻ പാർട്ട് ഈസ് 1/2. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ റെഗുലർ ഹെക്സഗൺ ഫോംഡ് ബൈ 2 ഓവർലാപ്പിംഗ് ഈക്വലാറ്ററൽ ട്രയാങ്കിൾസ്. 2 സമഭുജ ത്രികോണങ്ങൾക്കിടയിൽ രൂപപ്പെടുന്ന സമഷഡ്ഭുജം. ഇവിടെയും ഈ ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ കുത്ത് പച്ച ഭാഗത്ത് ആകാനുള്ള പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്. പ്രോബബിലിറ്റി ഓഫ് ദ ഡോട്ട് ടു ബി ഇൻ ദി ഗ്രീൻ പാർട്ട്. ഇത് കണ്ടുപിടിക്കാൻ ഞാൻ ഈ മൂലയും ഈ മൂലയും കൂടി യോജിപ്പിക്കുന്നു. ഇനി ഈ മൂലയും ഈ മൂലയും കൂടെ യോജിപ്പിച്ചു. ഇനി ഈ മൂലയും ഈ മൂലയും കൂടെ യോജിപ്പിക്കുന്നു. ഞാൻ ഈ ചിത്രത്തെ 12 സ്മോൾ ഈക്വലാറ്റർ ട്രയാങ്കിളായിട്ട് ഭാഗിച്ചിരിക്കുന്നു. നോക്കിക്കോ, 1 2 3 4 5 6 7 8 9 10 11 12. അപ്പം 12 ഈക്വലാറ്റർ ട്രയാങ്കിളായി ഭാഗിച്ചു ഈ ചിത്രത്തെ. അതിൽ 6 ഈക്വലാറ്റർ ട്രയാങ്കിൾസ് ഗ്രീൻ പാർട്ടിലുള്ളതാണ്. അപ്പം പ്രോബബിലിറ്റി ഓഫ് ദ ഡോട്ട് ടു ബി ഇൻ ദി ഗ്രീൻ പാർട്ട് എന്ത് വരും? 12 ഈക്വലാറ്റർ ട്രയാങ്കിളായി ഭാഗിച്ചതിൽ 6 ഈക്വലാറ്റർ ട്രയാങ്കിളാണ് ഗ്രീൻ പാർട്ടിലുള്ളത്. അപ്പോൾ 6/12. ഈ ഫ്രാക്ഷൻ്റെ ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെ നമുക്ക് 6 വെച്ച് ഹരിച്ച് ചെറുതാക്കാം. 6നെ 6 വെച്ച് ഹരിച്ചാൽ 1, 12നെ 6 വെച്ച് ഹരിച്ചാൽ 2. അപ്പം പ്രോബബിലിറ്റി ഓഫ് ദ ഡോട്ട് ടു ബി ഇൻ ദി ഗ്രീൻ പാർട്ട് എന്താണ്? 1/2.